ഹലോ. മാഷേ, ഇന്നെന്താ രാവിലെ തന്നെ? ഇന്നലെ വിളിക്കണമെന്ന് കരുതിയതാ. രാത്രി ഒരുപാട് വൈകി. നീ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. ബുദ്ധിമുട്ടോ? എനിക്കോ? മാഷ്ക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാലോ. എന്തേലും അത്യാവശ്യം? ഉണ്ട്. നീ എപ്പോഴും ഓഫീസിൽ നിന്ന്? വൈകുന്നേരമാവും. അത് കാര്യാക്കണ്ട, മാഷ് പറഞ്ഞു. പറയുമ്പോൾ നിനക്കൊന്നും തോന്നണ്ട. ഉപ്പാക്ക് തീരെ വയ്യ. ഉപ്പ? ഞാൻ നിന്റെ ഉപ്പാന്റെ കാര്യം തന്നെയാ പറഞ്ഞത്. നമുക്കൊന്ന് അവിടെ വരെ പോകണം. അതൊക്കെ വേണം മാഷേ. കഥകളൊക്കെ മാഷ്ക്ക് തന്നെ അറിയാവുന്നതല്ലേ. ഒന്നും മറന്നിട്ടില്ല. നിനക്കൊന്നും മറക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷെ പോണം. കഷ്ടാണ് അവിടുത്തെ കാര്യങ്ങൾ. ശരി മാഷേ. ശരി. കുട്ടിയായിരുന്നു നിന്നെ ഉപേക്ഷിച്ച് വേറെ കല്യാണം കഴിച്ചു പോയപ്പോൾ അങ്ങനെയെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുന്ന ഞാൻ കരുതിയത്. അവസാനം വീടിൻ്റെ ആധാരം വരെ സ്വന്തം പേരിലാക്കിയിട്ട് അവൾ അവളുടെ പാട്ടിന് പോയി. ആയ കാലത്ത് തന്നിഷ്ടത്തിന് നന്നായി ധൂർത്തടിച്ചു. അതിൻ്റെ ഫലം ഇപ്പം അനുഭവിക്കുന്നു. ഉപ്പ എന്നുള്ള വാക്കിനോട് പോലും ഉറപ്പായി. അത്രക്കണ്ട മാഷ. വയ്യാതായപ്പോൾ രണ്ടാം കെട്ടിലെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ട. ഇപ്പം ആരും നോക്കാനില്ലാതെ കിടപ്പ. അതൊക്കെ അങ്ങനെ വരും. അത്രത്തോളം ദുഷ്ടനായാണ്. വാ മൊയ്തീനെ. മൊയ്തീനെ, മൊയ്തീൻ എന്നെ മനസ്സിലായോ? ഈ നിൽക്കുന്നത് ആരാന്ന് മനസ്സിലായോ? നിന്റെ മോന നിയാസ്. വാ പിടിക്ക. മൊയ്തീനെ, എഴുന്നേക്ക്. പതുക്കെ. വാ.
പോവാം. ഇതെന്തെവിടെ? ഇത് പണ്ട് വല്യപ്പ ഉപ്പാനോട് ചോദിച്ച ചോദ്യം. മറന്നാ? ഇറങ്ങി. മോനെ, എന്നെ വിടെ. അതെ, ഇതൊരു അനാഥ അഗന്തി വന്നിരാ. ആരും നോക്കാനില്ലാത്തവർക്ക് ഇതാണ് അത്താണി. മോനെ വേണ്ട, എനിക്കിപ്പോ നീയില്ലേ? ഇല്ല, ഞാനില്ല. ചെറുപ്പത്തിൽ എന്നെ നോക്കേണ്ട കാലത്ത് എനിക്ക് ഉപ്പുണ്ടായില്ല. ഇല്ല, ആരും ഉണ്ടായിരുന്നില്ല. എന്റെ ഉമ്മ അവരെന്നേലും ഓർത്തിട്ടുണ്ടെങ്കിൽ. ഇന്റെ കായ് വാങ്ങിട്ട് ഇന്നെ കാണാൻ പൊളിച്ചിരിക്കാം. എടുക്കാൻ പൈസ ഒന്നും ആയില്ല മൊയ്തീനെ. എന്തായില്ലാന്ന്? കാലം കുറയില്ല ഇന്നെ കാണുമ്പോ തന്നെ ചിലക്കൽ തുടങ്ങിയിട്ട്. നിന്റെ കയ്യിൽ വേണ്ടേ മൊയ്തീനെ? ആന്റെ കള്ളത്തറന്ന് എന്റെ അടുത്ത് എടുക്കണ്ട. ഈ ചോള അങ്ങോട്ട് എണ്ണി തരുമ്പോ വാങ്ങാൻ ഇടങ്ങറൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അടുത്ത ആഴ്ച എന്തായാലും തീർത്തരാം. അടുത്ത ആഴ്ച പോയിട്ട് ഒരു ദിവസം ഞനക്ക് അവധിയിലടാ. എന്റെ കീശ കിടന്നിരുന്ന കായ് കൊണ്ടുപോയിട്ട് തീട്ടം നക്കണ പോലെ നക്കുമ്പോ അത് തിരിച്ചു കൊടുക്കാനുള്ള കാര്യം കൂടി ആലോചിക്കേണ്ടിയിരുന്നു. ഇന്ന് വൈകുന്നേരത്തിന്റെ ഉള്ളില് എന്റെ മുതലും പലിശയും കൂടി എന്റെ പെരലെത്തിച്ചില്ലെങ്കിൽ
അന്തിക്കൂട്ടെടുക്കാൻ എന്റെ പെണ്ണും പിള്ള ഉണ്ടാവില്ല എന്റെ പെരയില്. ഞാൻ കൊണ്ടുവന്ന് പുതച്ചുറങ്ങേ. അനാവശ്യം പറയുന്ന പന്നീന്റെ മോനെ. നായിന്റെ മോനെ, എന്റെ കായ് വാങ്ങി നക്കിയിട്ട് എന്റെ മേല് തൊട്ടാണ്ടല്ലോ, അവന്റെ പണ്ടം കുത്തി ഞാൻ പുറത്തിടും പന്നി. അവന്റെ ഈ കൈയോടെ വെട്ടിട്ടാണ്ടല്ലോ ഒരു കുറേശ്ശും ചോദിക്കാൻ വരടാ. ഓർമ്മ പന്നി. എന്താണ്ട കൊറങ്ങ ഈ കാണിക്കണേ? കായ് തന്നാ തീരൂലേ? അതിനൊരാളെങ്ങനെ അടിക്കാണ്? ഉസ്മാനെ, ഇതിന്റെ കായിന്റെ കാര്യ ഇതിലിടപെടണ്ട. ഇടപെടണ്ടോടുത്ത് ഇടപെടും. അതിനങ്ങ പൊന്നാക്കാരെ ശീല. ഈ പോടാ. അങ്ങനെ ഇപ്പൊ പറഞ്ഞാൽ ആരും നോക്കണ്ട. കായ് കിട്ടാണ്ട് മൊയ്തി ഇവിടുന്ന് പോവില്ല. എത്ര എണ്ണ കായ്? 2000. എന്റെ കായ് ഞാൻ തരാം. തന്നെ പേടിച്ചിട്ട് ഞാൻ തരല്ല. ഞാൻ പോയത്തക്കാരനായിട്ടുമല്ല. ഒരുത്തന്റെ കണ്ണീര് കണ്ടാലേ ഞങ്ങ പൊന്നാക്കാരെ കൽബ് പെടയും. കണ്ണീരിന്റെ രുചിപ്പ ഞങ്ങ പോണ കടലിന്റെ വെള്ളത്തിന്റെ രുചിപ്പ. പാലിച്ച് എന്ന് തഴമ്പിച്ച് എന്റെ തലയിൽ ഇതൊന്നും കേറൂല. എന്നാ എന്റെ കായ് പൈക്കോ. നിങ്ങളെ പടച്ചോൻ കാക്കൂ. കാര്യാക്കണ്ട, ആറാത്ത് കൊണ്ടേ നക്കട്ടാ. ഉപ്പ, എന്താടാ? എന്റെ ബുക്കൊക്കെ കീറിയിക്കണ്. എനിക്കൊരു ബുക്ക് വാങ്ങി തരുമോ? അനക്കിപ്പുള്ള ബുക്ക് കൊണ്ടുള്ള പഠിപ്പൊക്കെ മതി. ഇപ്പൊ കലക്ടറാവൊന്നും വേണ്ട. ഇക്കില്ലാത്ത പഠിപ്പൊന്നുമേ അനക്കും വേണ്ട. കണ്ണി കണ്ട ബുക്കും പേപ്പറും വാങ്ങാനൊന്നേ എന്റെ കയ്യിൽ നിന്ന് 1 ഉറുപ്പ്യ കിട്ടൂല. മോരക്കിന്റെ നേരത് പൊക്കോ. ഒരു ബുക്ക്. പിന്നെ നാളെ വരുമ്പോ കാതറിന്റെ പീടിയെന്ന് പലിശ മേടിച്ച് വന്നോളണ്ടേ. അല്ലെ ഞാൻ വീട്ടിൽ കയറ്റില്ലട്ടാ. തൊള്ളനെ പറഞ്ഞാ മതി. പറഞ്ഞു കൊടുക്കൂല കുട്ടികളോടൊന്നും. നിന്റെ മുഖത്തെന്തൊരു വിഷമം? ഉപ്പ പുസ്തകം വാങ്ങിച്ചെന്നില്ല മാഷെ. അത്രേ ഉള്ളൂ. അതിനപ്പോ സങ്കടപ്പെടണേ. നീ നല്ലോണം പഠിക്കണ കുട്ടിയല്ലേ. നിനക്ക് മാഷിന്റെ വക ഒരു സമ്മാനം. ഹായ്. ഇപ്പൊ സന്തോഷായില്ലേ? ആ. പൊക്കോ. എന്റെ മോനെ ഓനെ കാതറിന്റെ പീടിയെന്ന് പൈസ മേടിച്ചോടുന്നാ. ഓൻ പനിച്ച് തീരെ വയ്യാണ്ട് കിടക്കുക. ഓന്റെ ഒരു പനി കള്ളത്തരം കാട്ടി കിടക്കാം. ഇപ്പൊ കാണിച്ചു കൊടുത്തു നോക്കിയേന്. ഒരു ഒരു പനിയാണ് ആഹാ, നീ ഇവിടെ ഉണ്ടല്ലേ? എന്റെ മൊയ്തീനെ, ഇത് വല്ലാത്ത കടുപ്പായിപ്പോയി. ചെറിയ കുട്ടികളോടവൻ ഈ പ്രായത്തിൽ പഠിപ്പിക്കലോട് വേണ്ടത്. അതിന് മാത്രം കായ് ഇവിടെ ആരാ പൊതിഞ്ഞു വെച്ചേക്കണ്? അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് പഠിച്ചിട്ട് എന്താ കാര്യം? മിണ്ടരുത് നീ. പഠിപ്പിന്റെ വില നിനക്കറിയോ? അതാ സ്വന്തം മോനോട് ഇത്ര ക്രൂരത കാണിക്കുന്നത്. ഓ, ഞാൻ വിവരമില്ലാത്തവനാ. ഞാൻ പഠിച്ച് ശുചായിട്ട് വേണം എനിക്ക് കുറച്ച് വിവരം കോരിത്തരാം. നിങ്ങൾക്ക് വേറെ പണിയില്ല മാഷെ. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പൂത്ത കാശുണ്ടായിട്ടോ നിനക്ക് പറ്റില്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചോളാം. മോൻ വിഷമിക്കണ്ട. മോന് മാഷില്ലേ? മോനെ മാഷ് പഠിപ്പിക്കും. ശരി.
മാ മാ ഉസ്താദേ, ഇവൻ എൻ്റെ മോനായിട്ട് വളർത്താൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ഈ സമൂഹത്തിലെ മതവെറിയന്മാർ അതിന് സമ്മതിക്കില്ല. ഞാനിവനെ നിങ്ങളെ ഏൽപ്പിക്കാം. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളി മാഷേ. ഈ സമൂഹത്തിൽ നന്മയുള്ള ഒരുത്തനായിട്ട് ഇവനെ ഞങ്ങൾക്ക് തിരിച്ചു തരും. അത് മതി. നല്ല കുട്ടിയായിട്ട് ചെല്ല്. ഇല്ലപ്പാ, ഈ കണ്ണീരിങ്ങളെ മുഖത്തിനൊട്ടും ചേരൂല. വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതും തൊലിവെളുപ്പുള്ള തേവിടിശികൾക്ക് കാഴ്ചവെച്ചപ്പോ നിങ്ങൾ അറിഞ്ഞില്ലല്ലേ സ്വന്തം ശരീരം പറഞ്ഞാൽ കേൾക്കാത്ത ഒരു കാലം വരുമെന്ന്. എന്റെ പടച്ചോനെ, ഇല്ലപ്പാ, ഈ വിളി പടച്ചോൻ കേൾക്കൂല. അതിന് മനസ്സിൽ കുറച്ച് നന്മ വേണം. ഞാൻ കണ്ടിട്ടുണ്ട് പടച്ചോനെ പലപ്പോഴും പല രൂപത്തിൽ. പണക്കാരൻ്റെ മോനായിരുന്നിട്ടും ഒരു നേരത്തെ അന്നം കിട്ടാതെ തളർന്നിരുന്നപ്പോൾ സ്വന്തം ചോറ് പകുത്തു തന്ന എൻ്റെ ചെങ്ങായിൻ്റെ രൂപത്തിൽ. പഠിക്കാൻ പുസ്തകമില്ലാതിരുന്നപ്പോൾ വാങ്ങിച്ചു തന്ന ഒരു ബാപ്പാൻ്റെ സ്നേഹം തന്ന എൻ്റെ കൃഷ്ണമാഷിൻ്റെ രൂപത്തിൽ. പണക്കാരൻ്റെ കൂടെയല്ല, നന്മയുള്ളവരുടെ കൂടെയാ എന്നും പഠിച്ചോണ്ടാവും. നിയാസേ, കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. ഏതാനും ഫോമുകൾ ഫില്ല് ചെയ്യണം. വേണ്ട സാർ, ഇനിയൊരു തലമുറ എന്നെ കണ്ട് പഠിക്കണ്ട. ഒരു മാതാപിതാക്കളുടെയും കണ്ണീര് വീഴാൻ വേണ്ടി ഒരു വൃദ്ധസദനവും ഇവിടെ വേണ്ട. തിരിച്ചു കൊണ്ടുപോവാൻ ഞാൻ എൻ്റെ ഉപ്പാനെ. വേണ്ട മോനെ, ഉപ്പ വരുന്നില്ലടാ. ഈ ജീവിതത്തിനിടയിൽ ഉപ്പ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് ജന്മം തന്നുള്ളത് മാത്രം. ആ ഒരു സന്തോഷത്തിൽ ഇനിയുള്ള കാലം ഉപ്പോടെ ജീവിച്ചോളാം. വേണ്ടപ്പാ, കുറച്ച് ദിവസം ഞാൻ നിങ്ങളെ സ്നേഹിച്ചപ്പോൾ ബാല്യത്തിൽ നഷ്ടപ്പെട്ടു പോയ സ്നേഹം തിരിച്ചു കിട്ടിയ പോലെ തോന്നി എനിക്ക്. അതിവിടെ ഉപേക്ഷിക്കുക എനിക്കാവില്ലപ്പാ. വൈദ്യനിക്ക, ഇത് നിങ്ങളുടെ രണ്ടാം ജന്മ. ഇനിയുള്ള കാലമെങ്കിലും ഇവനെ സ്നേഹിച്ച് ജീവിക്കാൻ നോക്ക്. നന്മയുണ്ടാവും. ഇപ്പം എൻ്റെ മനസ്സിലുള്ള എല്ലാവർക്കും ഒലിച്ചു പോയിരിക്കണം. എല്ലാവരും സ്നേഹിക്കാൻ പഠിപ്പിച്ച, പൊറുക്കാൻ പഠിപ്പിച്ച എൻ്റെ ഉമ്മാനെ ഓർത്തിട്ട്, നന്മയുള്ള മനസ്സിലെ പടച്ചോൻ കൂടിയിരിക്കുമെന്ന് പഠിപ്പിച്ച കൃഷ്ണമാശ ഓർത്തിട്ട്. അവരാ ശരി. അവർ കാണിച്ചും പഠിപ്പിച്ചു തന്നൊരു ലോകമുണ്ടല്ലോ, അതാ ശരി. ഉപ്പവാ.